മുക്കം മുനിസിപ്പാലിറ്റി വികസന ഫണ്ട് പാഴാക്കുന്നു. വികസന ഫണ്ട് പാഴാക്കുന്നു. കഴിഞ്ഞ വർഷം നഗരസഭ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം വികസന ഫണ്ട് പാഴാകുന്നതായി വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സാലിക് കെ ആരോപിച്ചു. മുക്കം മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024-25 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ 10.29 കോടി രൂപ വികസന ഫണ്ടിൽ 3.75 കോടി രൂപ മാത്രമാണ് ഇതുവഴി വിനിയോഗിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 3.31 കോടി രൂപ പാഴാക്കി കളഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 6.2 കോടി രൂപയാണ് പാഴാക്കിയതെന്നും ഇദ്ദേഹം പറഞ്ഞു. മുക്കം ടൗണിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കാരണം ദുരിതമനുഭവിക്കുന്നത് വ്യാപാരികളാണ്. മുനിസിപ്പാലിറ്റിയുടെ ഉന്നതികളിൽ ദുരിത ജീവിതമാണ് ജനങ്ങൾ നയിക്കുന്നത്. ഉന്നതികളുടെ വികസനത്തിനായി പ്രത്യേക ഫണ്ട് അടിയന്തരമായി അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേരത്തെ നമ്മൾ കോളനികൾ എന്ന് നാമകരണം ചെയ്തിരുന്നത് പിന്നീട് ഉന്നതികൾ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട പ്രദേശങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കണമെന്നും ഇത്തരം പ്രദേശങ്ങളുടെ കാലികമായ ശാസ്ത്രീയമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകമായ ബജറ്റ് ഫണ്ട് അനുവദിക്കണമെന്നും അതോടൊപ്പം തന്നെ മുക്കം നഗരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നും മുക്കം നഗരസഭയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതിദരിദ്രരായ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരമുണ്ടാക്കണമെന്നും ഇങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടി മുക്കം മുനിസിപ്പൽ കമ്മിറ്റി ഇങ്ങനെയൊരു പ്രതിഷേധ ധർണ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി മുക്കം മുനിസിപ്പൽ പ്രസിഡന്റ് റഹീം ചേന്നമംഗളൂർ അധ്യക്ഷത വഹിച്ചു. തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലുരുട്ടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുന്നോട്ട് പോകുന്നത് ഭരണ സംവിധാനങ്ങൾ താളം തെറ്റിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഭരിക്കാൻ അറിയാത്തവർ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവർ സൂചിപ്പിച്ചു 10 കോടിയോളം രൂപ ഈ വരുന്ന മാർച്ച് മാസത്തിൽ അവസാനിപ്പിക്കേണ്ട ബഡ്ജറ്റ് അത് നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ ഭരണസമിതിയാണ്. അതിന് ഇവിടെ ലാപ്സായിട്ടുള്ളത് 6 കോടിയോളം രൂപയാണ്. ഈ പണം എവിടേക്കാണ് പോയിട്ടുള്ളത്? ഈ ഭരണ സംവിധാനം എന്ത് പറഞ്ഞാലും എന്തിന് അപേക്ഷ വെച്ചാലും ഇവിടുന്ന് പറയുന്ന ഒരേ ഒരു മറുപടി ഫണ്ടില്ല, സാമ്പത്തികമില്ല, അതുകൊണ്ട് നടപ്പിലായില്ല എന്നുള്ളതാണ്. ഇവിടെ ലാപ്സ് ആവുന്നത് ഇത്രയും പൈസ ഇവിടെ ലാപ്സായി പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നികുതി പണം ഇവിടെ നല്ല വരുമാനമുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും പണം ലഭ്യമായിട്ട് പോലും നമ്മുടെ മുട്ടത്തെ ഈ വ്യാപാരികൾ 3 വർഷത്തോളമായി കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു. മുനിസിപ്പാലിറ്റി വികസന ഫണ്ട് വിനിയോഗം കാര്യക്ഷമമാക്കുക, ഉന്നതി പ്രദേശങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ഉന്നതികളുടെ വികസനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കുക, മുക്കം ടൗണിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക, അതിദരിദ്രർക്കായുള്ള പദ്ധതികളുടെ നടത്തിപ്പ് വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മുക്കം മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ ഫാത്തിമ കൊടപ്പന, സാറ കൂടാരം എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ ട്രഷറർ ഗഫൂർ പൊറ്റാശ്ശേരി സ്വാഗതവും മുനിസിപ്പൽ കമ്മിറ്റി അംഗം നൌഷാദ് ടി കെ നന്ദിയും പറഞ്ഞു. EK ഭാവ, സുബൈദ് കെ, അനുപമ, സലീന, അബ്ദുൽ ഗഫൂർ കല്ലുരുട്ടി, CK ജമാൽ എന്നിവർ നേതൃത്വം നൽകി. എൻലൈറ്റ് ന്യൂസ് മുക്കം.